നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിൽ 10ാം സ്ഥാനത്ത് അതിനോടനുബന്ധിച്ചൊക്കെ സ്ഥിരമായിട്ട് നിന്നുകൊണ്ടിരുന്ന ടീമാണ് ചെൽസി. അവർ ആ രൂപത്തിലേക്ക് വീണുപോയതിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ട്. പക്ഷേ ഇപ്പോഴിതാ സീസണിൽ അവർ യൂറോപ്പ ലീഗ് സ്പോട്ടിനുള്ള കണ്ടന്റേഴ്സ് ആയിട്ട് മാറുന്നു. മാത്രമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുകളിലേക്ക് പ്രീമിയർ ലീഗ് ടേബിളിൽ എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ യുണൈറ്റഡിനെ കാലിടറിയാൽ അവരെക്കാൾ മുകളിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ അവർ വെസ്റ്റ് ഹാമിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടെ ഗോൾ ഡിഫറൻസിൽ ചെൽസി ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മറികടന്ന് പ്രീമിയർ ലീഗ് ടേബിളിൽ 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കോൾ പാൽമറും ഗയഗറും അഡ്യൂക്കും അതുപോലെ ജാക്സണുമാണ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത്. ജാക്സൺ ഇരട്ട ഗോളുകളാണ് നേടിയത്. പാൽമർ 21 വയസ്സിനിടക്ക് 30ലധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ നടത്തുന്ന 3ാമത്തെ താരമായിട്ട് മാറുകയും ചെയ്തിരിക്കും. ഏതായാലും 35 കളികളിൽ നിന്ന് 15 വിജയങ്ങളും 9 സമനിലകളും 11 തോൽവികളുമായിട്ട് അവർക്ക് 54 പോയിന്റ് ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 34 കളികളിൽ നിന്നാണ് 54 പോയിന്റുകൾ ഉള്ളത്. എന്തായാലും ഇപ്പൊ ഗോൾ ഡിഫറൻസ് നോക്കുക. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1, ചെൽസി +11. അവരിപ്പോ 7ാം സ്ഥാനത്തും യുണൈറ്റഡ് 8ാം സ്ഥാനത്തുമാണ്. യുണൈറ്റഡിന് പക്ഷേ ഇന്ന് മത്സരമുണ്ട്. ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് കളി. ആ മത്സരം വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ചെൽസിയെ പിന്തള്ളി മുന്നോട്ട് കയറാൻ പറ്റും. ഏതായാലും പൊച്ചറ്റീനോയും സംഘവും അവസാനം യൂറോപ്പ ലീഗ് സ്പോട്ടിലെ കണ്ണുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.